മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് രാവിലെ വന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. സിംഗുകണ്ടത്ത് വീടിന് നേരെയാണ് ആന ആക്രമണം നടത്തിയത്. ആന വീട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആനയെ തുരത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജോസിൽ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജോസിൽ. ഗുഡ് മോർണിംഗ് കാവ്യ. എന്താണ് സാഹചര്യം? രാത്രി വൈകി ആനയുടെ ആക്രമണം ഉണ്ടായി, വീട് തകർത്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കാവ്യ, നമുക്കറിയാം അരിക്കൊമ്പൻ 7ഓളം പേരെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് അരിക്കൊമ്പനെ ആ മേഖലയിൽ, ചിന്നക്കനാൽ മേഖലയിൽ നിന്ന് നാടുകടത്തിയത്. അന്ന് അരിക്കൊമ്പൻ്റെ കൂടെ സന്തത സഹചാരിയായി ഉണ്ടായിരുന്ന ഒരു ആനയാണ് ചക്കക്കൊമ്പൻ. ഇപ്പോൾ അന്ന് ഇവർ ഒരുമിച്ചായിരുന്നു നടന്നിരുന്നത്. പക്ഷേ അക്രമം മുഴുവൻ നേതൃത്വം കൊടുത്തിരുന്നത് അരിക്കൊമ്പനാണ്. ആളുകളെ 7ഓളം പേരെ കൊലപ്പെടുത്തിയതും അരിക്കൊമ്പനാണ്. എന്നാൽ ആ അരിക്കൊമ്പൻ്റെ കസേര ഞാനിങ്ങ് എടുക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചക്കക്കൊമ്പൻ്റെ രീതിയും പ്രവർത്തനവുമെല്ലാം. അവൻ ഒറ്റയ്ക്ക് നടന്ന് വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതുപോലെ തന്നെ നാട്ടിൽ ഇറങ്ങി വ്യാപകമായ കൃഷിനാശം വരുത്തുന്നു. ഇപ്പോൾ ചക്കക്കൊമ്പൻ ആ മേഖലയിൽ വലിയ ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ രാത്രി 4 മണിയോടുകൂടിയാണ് കൂനമ്മാക്കൽ മനോജ് മാത്യു എന്ന് പറയുന്ന ആളുടെ വീട് കുത്തി തകർത്തിരിക്കുന്നത്. അതിൻ്റെ വീടിൻ്റെ ഭിത്തിക്ക് സാരമായ വിള്ളലുണ്ടായിട്ടുണ്ട്, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ സീലിംഗ് പൂർണ്ണമായും അടർന്നു മാറിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ ഈ അരിക്കൊമ്പൻ ഒരു കാലഘട്ടത്തിൽ ആളുകളെ 7ഓളം പേരെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ആ ആനയെ അവിടുന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് അരിക്കൊമ്പൻ്റെ ഒപ്പം സഞ്ചരിച്ചിരുന്ന ഒരു ആനയാണ് ചക്കക്കൊമ്പൻ. അപ്പോൾ അരിക്കൊമ്പൻ മാറിയ സാഹചര്യത്തിൽ ചക്കക്കൊമ്പൻ ആ മേഖലയിലിറങ്ങി വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം ആ മേഖലയിൽ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ 5 പേർ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ ഈ ചിന്നക്കനാൽ മേഖലയിലാണ് 3 പേർ കൊല്ലപ്പെട്ടത്. പരിമളവും സൗന്ദരരാജ് അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടത് ഈ ചിന്നക്കനാൽ മേഖലയിലാണ്. ഈ ചക്കക്കൊമ്പനെ കൂടാതെ നിരവധി കാട്ടാനക്കൂട്ടം ആ മേഖലയിൽ ഇറങ്ങി വ്യാപകമായ ജോസിൽ, ഈ വീട് തകർത്തതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലും ചക്കക്കൊമ്പന്റെ ആക്രമണം ഇതേ മേഖലയിൽ തന്നെയാണ് ഉണ്ടായത്. ജോസിൽ നേരത്തെ സൂചിപ്പിച്ചു, അന്നും ഈ വീട് തകർക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. ഈ ജനവാസ മേഖലയുടെ പൊതുവിലെ ഒരു സാഹചര്യം എന്താണ്? അടുത്തടുത്ത് വീടുകൾ ഉള്ള ഒരു മേഖലയാണോ? ആന പതിവായി ഇപ്പോൾ എത്തുന്ന ഒരു പ്രദേശമാണോ? ഈ മേഖല എന്ന് പറയുന്നത് ഈ സർക്കാർ പുനരധിവസിപ്പിച്ച ഒരു മേഖലയാണ്. 301 കോളനി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കോളനി പ്രദേശം പോലെ ആളുകളെ സർക്കാർ കയറ്റി പാർപ്പിച്ച ഒരു മേഖലയാണ് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ. ആ മേഖലയിലാണ് ആന വ്യാപകമായി ഇറങ്ങി കൃഷിനാശം അടക്കമുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിമളം എന്ന് പറയുന്ന ആൾ പറമ്പിൽ പണിയെടുക്കുമ്പോൾ കൊല്ലപ്പെട്ടത്. സൗന്ദരരാജ് എന്ന് കൊച്ചുമകനോടൊപ്പം പറമ്പിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അങ്ങനെ അതുപോലെ തന്നെ ഒരു വനം വകുപ്പ് വാച്ചർ ആ മേഖലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കാട്ടാന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട ഒരു മേഖലയാണ് ഈ ചിന്നക്കനാൽ മേഖല എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ പടയപ്പയെ സംബന്ധിച്ചും വാർത്ത വരുന്നുണ്ട്. ദേവികുളം ടൗണിൽ ഇന്നലെ രാത്രി പടയപ്പ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അങ്ങനെ ഇടുക്കി ജില്ലയിൽ വ്യാപകമായി വന്യമൃഗ ശല്യങ്ങൾ പെരുകുന്നൊരു സാഹചര്യമുണ്ട്. പെരുമ്പാമ്പിൻ്റെ ശല്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാട്ടുപോത്തുകളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ വന്യമൃഗ ശല്യത്താൽ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാവ്യ, ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം ഇപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിലയ്ക്കുള്ള പ്രതികരണങ്ങളോ മറ്റോ ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ടോ? ഇപ്പോഴും ചക്കക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ള മേഖല കൃത്യമായി കണ്ടെത്താനാകുന്നുണ്ടോ ജോസിൽ? ഇപ്പോൾ എവിടെയാണ് ആനയുള്ളത്? ആന ചിന്നക്കനാൽ സിംഗുകണ്ടം മേഖലയിലാണ് നിലവിലുള്ളത്. ഇപ്പോൾ പടയപ്പയെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ, അതിനെ നിരീക്ഷിക്കാൻ ഒരു സംഘത്തെ ഏർപ്പെടുത്തിയതുപോലെ ഈ ചക്കക്കൊമ്പനെയും നിരീക്ഷിക്കാനും അത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആനയെ അവിടെ നിന്ന് കാട്ടിലേക്ക് തുരത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പടയപ്പയെ നിരീക്ഷിക്കാൻ ഒരു വാച്ചർമാരുടെ പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ സർക്കാർ നടത്തുന്നു. ആ ഒരു രീതിയിൽ തന്നെ ഈ ചക്കക്കൊമ്പനെ നിരീക്ഷിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാവ്യ.
ജോസിൽ, ഇപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ സൂചിപ്പിച്ചു പടയപ്പയും ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേവികുളത്താണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എന്താണ് പടയപ്പ് രാത്രി കണ്ടതും ജനവാസ മേഖലയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായും പടയപ്പയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകാത്ത രീതിയിൽ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. വാച്ചർമാരടക്കമുള്ള ആളുകൾ ആനയെയും ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പടയപ്പയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ കൃത്യമായി അതിനുവേണ്ടിയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരീക്ഷിക്കാൻ വാച്ചർമാരെ RRT സംഘത്തെയും എല്ലാം പരിസരവാസികളായ ആളുകളെയും എല്ലാം ആ കാര്യത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾനാശമോ മറ്റു നാശങ്ങളോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ദേവികുളം മേഖലയിൽ, മൂന്നാർ മേഖലയിൽ പടയപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ചിന്നക്കനാൽ മേഖലയിലാണ് അത്തരത്തിലുള്ള ഒരു സംവിധാനം നിലവിൽ ഏർപ്പെടുത്താത്തത്. ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കാവ്യ. ശരി ജോസിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നിരീക്ഷണ സംവിധാനം ഏറ്റവും ശക്തമായതുകൊണ്ട് തന്നെ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങുമ്പോൾ നേരത്തെ കണ്ടതിന് സമാനമായ ഒരു ഭീതിതമായൊരു അന്തരീക്ഷമില്ല. അത്രയും ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട് ആനയെ. അതുപോലെ തന്നെ ഇപ്പോൾ ചക്കക്കൊമ്പൻ്റെ കാര്യമെടുത്താലും അങ്ങനെ ഒരു നിരീക്ഷണ സംവിധാനം വേണമെന്നൊരാവശ്യം ഈ ജനങ്ങൾക്കൊക്കെയുമുണ്ട്. ഈ സിംഗുകണ്ടം മേഖലയിൽ ഇപ്പോൾ പതിവായി ചക്കക്കൊമ്പൻ്റെ സാന്നിധ്യമുണ്ട്. ഇതിപ്പോൾ വീട് തകർത്തതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ, അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ജനങ്ങൾ വളരെയധികം പേടിച്ചു തന്നെ അവിടെ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനാണ് കൃത്യമായൊരു പരിഹാരം ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നതും. വിവരങ്ങളാണ് ജോസിൽ സെബാസ്റ്റ്യൻ നൽകിയത്.